പാകിസ്ഥാന് ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്ന തീരുമാനങ്ങളാണ് നയതന്ത്ര തലത്തിൽ ഇന്ത്യ ഇന്നലെ കൈക്കൊണ്ടത്. സിന്ധു നദീജല കരാർ മരവിപ്പിച്ചതും അട്ടാരി അതിർത്തി അടച്ചതും പാകിസ്ഥാന്റെ സമ്പദ് വ്യവസ്ഥയെ പ്രതികൂലമായി ബാധിക്കും. പഹൽഗാം ആക്രമണത്തെ അപലപിച്ച് മിക്ക രാജ്യങ്ങളും രംഗത്തെത്തിയതോടെ അന്താരാഷ്ട്ര തലത്തിലും പാകിസ്ഥാൻ ഒറ്റപ്പെടുകയാണ്. അധ്യക്ഷതയിൽ സുരക്ഷാ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട മന്ത്രിസഭാ സമിതിയുടെ തീരുമാനങ്ങൾ പാകിസ്ഥാന്റെ മർമ്മത്തേറ്റാടിയാണ്. 1960 കരാർ 65 വർഷത്തിനു ശേഷം മരവിപ്പിച്ചത് അക്ഷരാർത്ഥത്തിൽ ഒരു നയതന്ത്ര സർജിക്കൽ സ്ട്രൈക്ക്. സിന്ധു നദീജല കരാർ പ്രകാരം 80% ജലവും ലഭിക്കുന്നത് പാകിസ്ഥാനാണ്. അവിടെ കൃഷിയിലും ജലസേചനത്തിലുമൊക്കെ പ്രതിസന്ധി രൂക്ഷമാകും. കടുത്ത വരൾച്ചയിലേക്കും ഭക്ഷ്യക്ഷാമത്തിലേക്കും സാഹചര്യങ്ങളെത്താം. ഇതിന് ജനങ്ങളോട് പാകിസ്ഥാൻ സർക്കാർ മറുപടി പറയേണ്ടി വരും. പഞ്ചാബ് പ്രവിശ്യയിൽ നിന്നുള്ള വരുമാനം പാകിസ്ഥാന്റെ ആകെ വരുമാനത്തിന്റെ 23% വരും. പാകിസ്ഥാന്റെ GDP തന്നെ കൂപ്പുകുത്താൻ കെൽപ്പുള്ളതാണ് കരാർ മരവിപ്പിച്ച തീരുമാനം. 65-ലെയും 71-ലെയും യുദ്ധകാലത്തും പാർലമെന്റ് ആക്രമണം നടന്ന സമയത്തും 2019-ലെ പുൽവാമ ആക്രമണത്തിലുമൊന്നും സിന്ധു നദീജല കരാർ തൊട്ടിട്ടില്ല. അട്ടാരി അതിർത്തി അടച്ചത് വാണിജ്യ മേഖലയ്ക്ക് തിരിച്ചടിയാണ്. പാകിസ്ഥാന്റെ വ്യാപാര ബന്ധത്തെ ഇത് ബാധിക്കും. 2023-24 കാലയളവിൽ 3886 കോടി രൂപയുടെ വ്യാപാരമാണ് ഈ വഴി നടന്നത്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന പാകിസ്ഥാന് ഈ തീരുമാനങ്ങൾ ഇരട്ടിപ്രഹരമാകും. ബന്ധുക്കളെ കാണാൻ ഈ വഴി ഇന്ത്യയിലെത്തിയിരുന്നവർക്കും വഴിയടഞ്ഞു. 48 മണിക്കൂറിനുള്ളിൽ രാജ്യം വിടണമെന്ന നിർദ്ദേശമെത്തിയതോടെ അട്ടാരി അതിർത്തി വഴി മടക്കം തുടങ്ങി. खून किसी का भी बहे वो गलत है, चाहे मेरा हो या किसी और का हो. खून सबके दिल में, दिल सबका एक जैसे धड़कता है. സാർക്ക് വിസ ഇളവ് പദ്ധതിയിൽ പാക് പൗരന്മാരെ ഒഴിവാക്കിയത് സംബന്ധിച്ച് മറ്റ് സഖ്യകക്ഷി രാജ്യങ്ങളോട് വിശദീകരിക്കാൻ ഇന്ത്യക്ക് കൃത്യമായ കാരണങ്ങളുണ്ട്. പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന്റെ പങ്ക് വ്യക്തമാക്കുന്ന തെളിവുകൾ ഇന്ത്യക്ക് ലഭിച്ചു കഴിഞ്ഞു. ആവശ്യമെങ്കിൽ ഇന്ത്യ ഈ തെളിവുകൾ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ വിശദീകരിക്കും. ന്യൂസ് ഡെസ്ക്, News 18.